ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കുറച്ച് പൂച്ചെടികളും കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളും ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ പൂച്ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള ഈ പൂവിൻ്റെ പേരാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ. ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ഇതിലെപ്പോഴും നിറയെ പൂക്കളുണ്ടാവും. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ഈ പ്ലാന്റ് നടാൻ. പോട്ടിലും നിലത്തും ഒക്കെ ഇത് നടാൻ കഴിയും. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പൂവ് ഉണ്ടാകുമ്പോൾ നിറം ഡാർക്ക് വയലറ്റ് ആയിരിക്കും. അടുത്ത ദിവസം ആ ഫ്ലവർ ലൈറ്റ് വയലറ്റായി മാറുന്നു. അടുത്ത ദിവസം ആ ഫ്ലവർ വൈറ്റ് കളറായി മാറുന്നു. അതുകൊണ്ടാണ് ഇതിന് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന പേര് വന്നത്. ഈ കവറിൽ കാണുന്ന പ്ലാന്റാണ് സെയിലിൽ റെഡി ആയിട്ടുള്ളത്. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോയുടെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ പൂവിന് നല്ല മണം ഉണ്ടാവും. ഈ വെരിക്കേറ്റഡ് പ്ലാന്റിൻ്റെ ഇല ശ്രദ്ധിച്ചോ? അതിൽ ആ പച്ച ഇലയിൽ ഇങ്ങനെ വെള്ള പാടുകൾ ഉണ്ടാവും കേട്ടോ. ഇത് ചെടിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഈ കവറിലുള്ള പ്ലാന്റാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇതൊരു കുറ്റിച്ചെടി തന്നെയാണ്. ഇതിൻ്റെ പേര് സൺഡേ മൺഡേ. ഇതിൻ്റെ പ്രത്യേകത ഫ്ലവർ മഞ്ഞ കളറിൽ വിരിയുന്നു. അടുത്ത ദിവസം ആകുമ്പോൾ ഇത് വൈറ്റ് കളറായിട്ട് മാറുന്നു. അങ്ങനെ രണ്ട് കളർ ഇതിലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. ഈ പ്ലാന്റും പോട്ടിലും മണ്ണിലും നടാട്ടോ. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പ്ലാന്റ് നടേണ്ടത്. ഇത് ഡെയ്സി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഇത് കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് അതിൽ ചെറിയ ധാരാളം തൈകളുണ്ടാവും. ഇത് അതിൻ്റെ വൈറ്റ് കളറിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഈ കവറിലുള്ള പ്ലാന്റാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇത് വയലറ്റ് കളറിലുള്ള ഡെയ്സിയുടെ തൈയാണ്. ഇനി പിങ്ക് കളറും ഉണ്ട്. ഇതാണ് പിങ്ക് കളറിലുള്ള തൈ. അതിൻ്റെ പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പിങ്ക്, വൈറ്റ്, ബ്ലൂ എന്നീ കളറിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് വാൾ ക്രീപ്പറാണ് കേട്ടോ. ഇത് ഭിത്തിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കയറിപ്പോകുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വെള്ളയിൽ അപ്പുറത്ത് കാണുന്ന പ്ലാന്റിലെ ഈ വെള്ളയിൽ വൈറ്റ് വരുന്നത് ഇതിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റാണ്. ഈ പോട്ടിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇത് പേൾ ഗ്രാസ് വെരിക്കേറ്റഡ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പുല്ല് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഏഷ്യാറ്റിക് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു വാൾ ക്രീപ്പറാണ് ഇത്. ഹാങ്ങിങ് ആയിട്ടും ഈ പ്ലാന്റ് ചെയ്തിടുന്നവരുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഇപ്പോൾ പച്ച കളറാണെങ്കിൽ അതിങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഇതേപോലെ വെരിക്കേഷനായിട്ട് മാറും. അതിലിങ്ങനെ കുറച്ച് പൂക്കളും ഉണ്ടാവും. അതിന് നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് കേട്ടോ. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഈ പോട്ടാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇത് സീനേറിയ കാറ്റസ് വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിന് വാട്ടറിങ് കുറച്ചു മതി. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഈ പ്ലാന്റിനെ മനോഹരമാക്കുന്നത്. ഇതിൻ്റെ രണ്ട് കളറിലുള്ള ജിഫി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.